വിശാലമായ കാട്ടിലൂടെ കൊമ്പ് കൊമ്പാന്തരം ചാടിക്കളിച്ച് ഈ മരങ്ങളിൽ ഉണ്ടായി വരുന്ന വ്യത്യസ്ത ഇനം പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് സന്തോഷത്തോടുകൂടി കഴിയേണ്ട ഒരു കൂട്ടം കുരങ്ങുകളെ സൂ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് ഒറ്റപ്പെട്ടുപോയ ഒരു കുരങ്ങിന് കൂട്ടായി ഒരു പാവ കൊടുത്തിട്ട് ഈ മനുഷ്യന്മാര് പറയണേ, പറയാനൊരാളില്ലാത്ത, കേൾക്കാനൊരാളില്ലാത്ത, ചായാനൊരു തോളില്ലാത്ത ഏകാന്തമായി പോയ ഒരു കുരങ്ങിന് താങ്ങായത് ഒരു പാവക്കുട്ടിയാണെന്ന് എങ്ങനെ പറയാൻ തോന്നി മനുഷ്യന്മാരെങ്ങ്? ഇവിടെ ശരിക്കും അക്രമി ആരാ? ഇരുകാലിയായ മനുഷ്യ, നീയല്ലേ ഇവിടെ അക്രമി? അതുകൊണ്ട് സ്നേഹത്തോടെ പറയാണ്, എൻ്റേതല്ലാത്ത, നിങ്ങളുടേതല്ലാത്ത ഈ ലോകത്ത് കൂട്ടിലടച്ചിട്ട് 4 നേരം ഭക്ഷണം കൊടുത്തിട്ട് നീ ആ മൃഗത്തോട് പറയരുതേട്ടോ, എനിക്ക് നീ അത്രയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഇഷ്ടവിനോദത്തിന് ഒരു ആയുസ് ബലിയർപ്പിക്കേണ്ടി വന്ന ആ മൃഗങ്ങളെ നീ ഒന്ന് തുറന്നു വിട്ടേക്ക്. അവ അന്തരീക്ഷത്തിന്റെ വർണ്ണരാശിയിൽ പോയി സായുജ്യമടയട്ടെ. ഏതിനു മുമ്പ്? ഒടുവിൽ കൂട് തുറക്കുമ്പോൾ ആ പക്ഷി പറക്കാൻ മറന്നു പോകുന്നതിന് മുമ്പ്. ഇതിപ്പോ ഞാൻ പണ്ടൊരു കഥ വായിച്ചതുപോലെയായി. പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു മാൻപേടയുടെ അടുക്കലേക്ക് ഒരു പുലി വരികയാണ് ആ മാൻപേടയെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാൻപേടയുടെ അടുക്കൽ പാല് കുടിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ആ പുലിക്ക് അലിവ് തോന്നിയിട്ട്, ദയ തോന്നിയിട്ട് ആ മാനിനെ തിന്നാതെ പോവുകയാണ്. പക്ഷേ എവിടെ നിന്നോ ഒരു മനുഷ്യൻ വിട്ട അമ്പ് വന്നിട്ടേ ആ മാൻപേടയുടെ നെഞ്ചിൻ്റെ കൂട് തകർത്തു. കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ആ മാന് ചത്തു വീണു. ഇതൊരു മനുഷ്യൻ ചെയ്തതാണ്. അങ്ങനെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇരുകാലിയായ മനുഷ്യ, നാൽക്കാലിയേക്കാൾ നീ അധപ്പതിക്കരുതേ കേട്ടോ.